നമസ്കാരം. കൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇന്ന് പുലർച്ചെ അന്ത്യം. 69 വയസ്സായിരുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഒരു ശൈലി വെട്ടിത്തുറന്ന പ്രതിഭയാണ് ശ്രീനിവാസൻ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ മേഖലകളിൽ 4 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെയും മധ്യവർത്തി സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെയും ഇത്രത്തോളം ആഴത്തിൽ പരിഹസിച്ച മറ്റൊരു ചലച്ചിത്രകാരൻ മലയാളത്തിലില്ല എന്ന് തന്നെ പറയാം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ച ശ്രീനിവാസൻ ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അഭിനയത്തിന്റെ പാഠങ്ങൾ പഠിച്ചത്. 1970കളിൽ ചെറിയ വേഷങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം പതുക്കെ തിരക്കഥാ രചനയിലേക്ക് തിരിയുകയായിരുന്നു. മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റുകയും ചെയ്തു ആ തിരക്കഥകൾ. പരിഹാസവും സാമൂഹിക വിമർശനവും ശ്രീനിവാസന്റെ സിനിമകളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് തന്നെ പറയാം. ഗൗരവമേറിയ സാമൂഹിക വിഷയങ്ങളെ അദ്ദേഹം ഹാസ്യത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു. 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്താണ് ജനനം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്നും ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടിയ അദ്ദേഹം 1977 ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് രംഗത്തെത്തിയത്. പ്രശസ്ത സിനിമാ നടൻ രജനികാന്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. ബക്കറുടെയും അരവിന്ദന്റെയും KG ജോർജിന്റേതുമടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചവടിപ്പാലത്തിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ശ്രീനിവാസൻ കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് തിരക്കഥയിലേക്ക് കടന്നു. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് തന്റേതായൊരു സ്ഥാനം തന്നെ കെട്ടിപ്പടുക്കുകയായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തും മുമ്പേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കി. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. അഭിനയ രംഗത്തും മികച്ച വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ MA ധവാൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, നാടോടിക്കാറ്റിലെ കുറ്റാന്വേഷകനായ വിജയൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ സ്വർണ്ണപ്പണിക്കാരൻ തുടങ്ങിയ നിരവധി വേഷങ്ങൾ ശ്രദ്ധേയമായി. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്ക് നോക്കി യന്ത്രത്തിന് 1989 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് 1998 സാമൂഹിക വിഷയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി. മഴയെത്തും മുമ്പേ, സന്ദേശം എന്നീ ചിത്രങ്ങൾ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും നേടിയവയായിരുന്നു.